നമുക്ക് പാനൽ മീറ്ററുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വിഷയം. അതിൽ നമുക്ക് 4th സെമിസ്റ്ററിൽ ഡിജിറ്റൽ പാനൽ മീറ്ററിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അനലോഗ് പാനൽ മീറ്ററും ഡിജിറ്റൽ പാനൽ മീറ്ററും ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇപ്പോൾ കാണുന്നത് അനലോഗ് പാനൽ മീറ്ററാണ്. ഈ പാനൽ മീറ്റർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ MA എന്ന് എഴുതിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ മൈനസും റൈറ്റ് സൈഡിൽ പ്ലസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇത് ഒരു DC മില്ലി അമ്മീറ്റർ ആണെന്നാണ്. ഓക്കെ, ഈ മീറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ് സെൻറ്ററിൽ 0 ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിലേക്കും അമ്മീറ്റർ പോസിറ്റീവ് കറൻറ്റ് മെഷർ ചെയ്യാൻ റൈറ്റ് സൈഡിലേക്കും നമുക്ക് നീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് AC അമ്മീറ്ററാണ്. അമ്മീറ്ററിന് താഴെ കാണുന്ന ഒരു സിമ്പലാണ് AC-യുടെ സിമ്പൽ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിത് AC ആണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ സ്കെയിലിനൊരു പ്രത്യേകതയുള്ളത്, സ്കെയില് ക്രൗഡഡ് ആണ്. ക്രൗഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 0 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ് അല്ല, 2-ൽ നിന്ന് 4-ലേക്ക്, ദെൻ 4-ൽ നിന്ന് 6-ലേക്ക്, 6-ൽ നിന്ന് 8-ലേക്ക്, ദെൻ 8-ൽ നിന്ന് 10-ലേക്ക്. അപ്പോൾ നമുക്ക് 10 ആംപിയറാണ് ഇവിടെ മാക്സിമം AC കറൻറ്റ് മെഷർ ചെയ്യാനായിട്ട് ഈ അനലോഗ് അമ്മീറ്റർ ഉപയോഗിച്ച് സാധിക്കുന്നത്. അടുത്തതായി ഡിജിറ്റൽ പാനൽ മീറ്ററാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 7 സെഗ്മെൻറ്റ് DPM 7 സെഗ്മെൻറ്റുള്ള ഡിജിറ്റൽ പാനൽ മീറ്ററുകളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് 0 to 20 മില്ലി ആംപിയർ ആണ്, ദെൻ DC. അപ്പോൾ ഇതൊരു അമ്മീറ്ററാണിത്. ഇവിടെ 20 മില്ലി ആംപിയർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഈ പാനൽ മീറ്റർ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡിസ്പ്ലേ 4.5 ഡിജിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് 4 ഡിജിറ്റ് ഫുള്ളായും 1 ഡിജിറ്റ് ഹാഫായും. ദാറ്റ് മീൻസ് 1, 2, 3, 4 ഡിജിറ്റുകൾ 0 മുതൽ 9 വരെ റെപ്രസെൻ്റ് ചെയ്യും. എന്നാൽ ഈ 5-ാമത്തെ ഡിജിറ്റ് 0-യും 1-ഉം മാത്രമേ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 4 ഡിജിറ്റ് 0 മുതൽ 9 വരെ ചേഞ്ച് ചെയ്ത് വരികയും ചെയ്യും. ലാസ്റ്റ് ഡിജിറ്റ് 5-ാമത്തെ ഡിജിറ്റിൽ നിന്ന് നമുക്ക് 0-യും 1-ഉം മാത്രമേ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ 1-ഉം ദെൻ 9, 9, 9, 9. അപ്പോൾ 19,999 ഈ പാനൽ മീറ്റർ ഉപയോഗിച്ച് മാക്സിമം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ആംപിയർ. ഓക്കെ, അത് മില്ലി ആംപിയർ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 20 മില്ലി ആംപിയർ വരുന്നില്ല, 19.999. ഓക്കെ, അതാണ് നമുക്കിവിടെ ഈ പാനൽ മീറ്ററിൻ്റെ മാക്സിമം മെഷർ ചെയ്യാൻ പറ്റുന്ന ആംപിയർ റേഞ്ച്. ഓക്കെ, അടുത്ത ഡിജിറ്റൽ പാനൽ മീറ്റർ നമ്മൾ പരിചയപ്പെടുന്നത് 0 to 200 മില്ലി വോൾട്ടാണ്. അപ്പോൾ 200 മില്ലി വോൾട്ടാണ് ഇവിടെ, വോൾട്ട് മീറ്ററാണിത്. അപ്പോൾ DC വോൾട്ടേജ് മാക്സിമം മെഷർ ചെയ്യാൻ പറ്റുന്നത് 200 MV. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 4.5 ഡിജിറ്റാണ്. അപ്പോൾ 4.5 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡ് 1, 9, 9, 9, 9. ദാറ്റ് മീൻസ് 199.99.
മില്ലി വോൾട്ട് ആണ് ഈ ഡിജിറ്റൽ പാനൽ മീറ്റർ മാക്സിമം നമുക്ക് മെഷർ ചെയ്ത് തരുന്നത്. ഓക്കെ, മൂന്നാമതായി നാം പരിചയപ്പെടുന്ന ഡിജിറ്റൽ പാനൽ മീറ്റർ ആണ് 0 to 750 വോൾട്ട് AC. ഇവിടെ 750 വോൾട്ടാണ് മാക്സിമം ഇവിടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായി സാധിക്കുക, മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 4.5 ഡിജിറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഫസ്റ്റ് ലെറ്റർ 1 അല്ലെങ്കിൽ 0 ആണ് റെപ്രസെൻ്റ് ചെയ്യുക. നെക്സ്റ്റ് 99999. ഈ രീതിയിൽ 750 വോൾട്ട് മെഷർ ചെയ്യാനായിട്ട് ഈ വോൾട്ട് മീറ്റർ നമുക്ക് ഉപയോഗിക്കാനാകും. ഇതാണ് ഡിജിറ്റൽ പാനൽ മീറ്ററിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ നമുക്ക് ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടും, ഹൈ സ്പീഡ് മെഷർമെൻറ്റ് ലഭ്യമാകുന്നു എന്നതൊക്കെയാണ് ഡിജിറ്റൽ പാനൽ മീറ്ററിൻ്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് അനലോഗ് മീറ്ററിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഡിജിറ്റൽ പാനൽ മീറ്ററുകളാണ്. ഇവിടെ LED ആണ് 7 സെഗ്മെൻറ്റ് ആയി ഉപയോഗിക്കുന്നത്. ഓരോ സെഗ്മെൻറ്റിനും ഓരോ LED ആണുള്ളത്. ആ LEDകൾക്ക് കിട്ടുന്ന വോൾട്ടേജ് അനുസരിച്ച് അവ പ്രകാശിക്കുമ്പോഴാണ് 0, 1, 2, 3 അങ്ങനെ 9 വരെ ഓരോ ലെറ്ററും റെപ്രസെൻ്റ് ചെയ്യുന്നത്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇത് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഡീകോഡറും ഡിസ്പ്ലേ ഡ്രൈവറും ആവശ്യമാണ്. അങ്ങനെ 2 ICകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. ഡീകോഡർ ICയും അതുപോലെ തന്നെ ഡ്രൈവർ ICയുമാണ് ഈ ഡിജിറ്റൽ പാനൽ മീറ്ററിനകത്ത് ഉണ്ടാവുക. ഇവ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വ്യക്തമായി പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.